ശശികല ടീച്ചർ, വളരെ സുപ്രധാനമായ ഒരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുകയാണ്. ഈ ശബരിമലയിലെ രജിസ്ട്രാർ പരിശോധിക്കണം, അവിടുത്തെ സ്ട്രോങ് റൂമിൽ ഉൾപ്പെടെ വളരെ വിശദമായ പരിശോധന നടത്തണം, ജില്ലാ ജഡ്ജിയുടെ അധ്യക്ഷതയിൽ സമഗ്രമായ പരിശോധന വേണം തുടങ്ങിയ കാര്യങ്ങളാണ് ഹൈക്കോടതി ഈ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട വിവാദ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു ടീച്ചർ? ആ ഒരു ഇടപെടല് അത് ഇത്തിരി വൈകിയാണെങ്കിലും വളരെ ആശ്വാസകരമായ ഒരു ഇടപെടലായി തന്നെ തോന്നുന്നു. കാരണം ഇതിപ്പോ സത്യം പറഞ്ഞാൽ സാധാരണക്കാരന് ഇത്തരം എല്ലാ സംവിധാനങ്ങളോടുമുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ശബരിമലയിൽ നിന്നുള്ള വാർത്തകൾ വരുന്നത്. അവിടെ ഭഗവാന്റെ ദ്വാരപാലകരുടെ പീഠം അത് എവിടെയായിരുന്നു, അങ്ങനെ ഒരു സാധനം സ്റ്റോക്ക് രജിസ്റ്ററിൽ ഇല്ല. മാത്രമല്ല അത് എവിടെയായിരുന്നു നിശ്ചയമില്ല. അത് കാണുന്നില്ല എന്ന് പരാതി പറയുന്ന ആളുടെ ബന്ധുവീട്ടിൽ നിന്ന് അത് കണ്ടെത്തുന്നു. അത് എവിടെയൊക്കെയോ എന്തൊക്കെയോ ദുരൂഹതകൾ മണക്കുന്നു. ഇത് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഭക്തന് പോലും അതിൽ അധികാരമില്ല എന്ന് നമുക്കറിയാം. ഇപ്പൊ ഇവിടെ നമ്മളേതൊരു ക്ഷേത്രത്തിൽ നിന്ന് ഒരിക്കലും വാർത്ത, കൗതുകകരമായ വാർത്ത എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മൊബൈൽ ഫോൺ എന്തോ ഭണ്ണാരത്തിൽ വീണ സമയത്ത് അത് തിരിച്ചു കൊടുക്കാൻ നിയമമില്ല എന്ന് പറഞ്ഞു. കാരണം വീണ് കഴിഞ്ഞാൽ അത് ഭഗവാന്റെ ആണ് എന്നുള്ളത്. അപ്പൊ സമർപ്പിച്ച ആൾക്ക് പോലും അതിൽ യാതൊരു അധികാരവും പിന്നെയില്ല. അങ്ങനത്തെ സാധനങ്ങൾ നാട് മുഴുവൻ നടക്കുന്നു എന്ന് പറഞ്ഞാല് ഈ കണക്കിന് ഏതെങ്കിലും തരത്തിൽ അയ്യപ്പ വിഗ്രഹം അവിടുന്ന് ഇളക്കി മാറ്റി കൊണ്ടുപോയാൽ പോലും ആരും അറിയാത്ത അവസ്ഥയാണ്. ഇപ്പൊ ഇത് ഈ ദ്വാരപാലകരുടെ അല്ലെങ്കിൽ അതിന്റെ സ്വർണം പൊതിഞ്ഞ ഗോളക കൊണ്ടുപോയത് തന്നെ ഹൈക്കോടതിയുടെ ഇടപെടലും സ്പെഷ്യൽ കമ്മീഷന്റെ അത്തരത്തിലൊരു റിപ്പോർട്ട് കൊടുത്തത് കൊണ്ട് മാത്രമാണ് അത് പുറത്തെത്തിയത് കൊണ്ട് മാത്രമാണ് തിരിച്ചെത്തിയത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പുറത്തെത്തിയില്ലായിരുന്നെങ്കിൽ, വിവാദമായില്ലായിരുന്നെങ്കിൽ അത് തിരിച്ചെത്തുമോ എന്ന് സംശയമുണ്ട്. കാരണം ഈ പീഠം ഇതുപോലെ നടന്നുപോയി ഓരോരുത്തരുടെ വീടുകളിൽ പോയി ഇരുന്നെങ്കിൽ ഈ ദ്വാരപാലകരുടെ ഗോളകയും അങ്ങനെ പോയി ഇരിക്കുമായിരുന്നു. അപ്പോ ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ എന്തൊക്കെ പോയിട്ടുണ്ട് എന്നറിയാൻ നമുക്കൊരു വഴി വെച്ചിരുന്നെങ്കിൽ എന്ന് മാത്രമാണ് അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിക്കാനുള്ളത്. ഇത്തരത്തിൽ സമർപ്പിച്ച എല്ലാ മുതലുകളും അതിൽ ഏതൊക്കെ രേഖയിൽ പെട്ടിട്ടുണ്ട്, ഏതൊക്കെ രേഖയിൽ പെട്ടിട്ടില്ല എന്നുള്ളത് അവിടെയും പരിമിതിയുണ്ട്. കാരണം ഹൈക്കോടതി അന്വേഷിക്കുമ്പോഴും രേഖയിലുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ മാത്രമാണ് ഇത്തരത്തിലുള്ള അന്വേഷണം. ജില്ലാ ജഡ്ജിയല്ല ആരാണെങ്കിലും രേഖയിലുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ മാത്രമേ പരിശോധന കൊണ്ട് സാധിക്കുള്ളൂ. ഈ പീഠം രേഖയിൽ ഇല്ല എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പൊ അതാണെങ്കിൽ രേഖയിൽ കാണിക്കാതെ എത്രയൊക്കെ മുതലുകൾ കടത്തിയിട്ടുണ്ട്, ഇതൊക്കെ തീർച്ചയായും ദേവസ്വം ബോർഡ് ഉത്തരം പറയണം. ദേവസ്വം ബോർഡിന്റെ നടപടികളിൽ ഹൈക്കോടതിക്ക് തന്നെ വലിയ വിശ്വാസം ഉണ്ടായി എന്നാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം കൊടുത്തതിൽ നിന്ന് സാധാരണക്കാർ മനസ്സിലാക്കുന്നത്. ടീച്ചറൊപ്പം ഈ കോടതി പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം ഉണ്ടാകരുത്. അതായത് അന്വേഷണം ആ നിലയിൽ നടത്താം, പക്ഷേ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ആ വീഴ്ചയെപ്പറ്റി കൂടി പരിശോധിക്കണമെന്ന നിർദ്ദേശം കോടതി വന്നിരിക്കുകയാണ്. കാരണം ഈ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം ജനൻ TV ആണ് ആദ്യം വാർത്ത നൽകുന്നത്. പിന്നീട് ഈ വാർത്ത പുറത്തേക്ക് വലിയ തോതിൽ പ്രചരിപ്പിക്കുന്ന ഘട്ടത്തിലൊക്കെ ചില വ്യക്തികളെ കേന്ദ്രീകരിച്ചു മാത്രം അന്വേഷണം ഒതുക്കാനുള്ളൊരു ശ്രമം ഇവിടെ ഉണ്ടായി എന്നത് ഒരു വസ്തുതയാണ്. ഇപ്പോൾ അതിനെ കൂടി കേരള ഹൈക്കോടതി ചോദ്യം ചെയ്തിരിക്കുകയാണ്. അതിന് ഒരു കോടതിയുടെ ബുദ്ധിയോ അല്ലെങ്കിൽ നിയമപരമായ അറിവോ വേണ്ട. ഒരു സാധാരണയാൾക്ക് പോലും, ഒരു LP വിദ്യാർത്ഥിക്ക് പോലും തോന്നുന്ന സംശയമാണിത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെ ഈ സാധനം കിട്ടുന്നു? അതാണ് പറഞ്ഞത്, സമർപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അല്ല. ഇദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ടായാലും ശരിയാണ്, സമർപ്പിച്ച ആൾക്കാർ വീട്ടിൽ കൊണ്ടുപോകാനോ ബന്ധുവീട്ടിൽ കൊണ്ടുപോകാനോ എന്നുള്ള നിയമം ഇവിടെ നിലനിൽക്കുന്നില്ല. അപ്പൊ തീർച്ചയായും ഇത് അദ്ദേഹം ഇവരുടെ ആരുടെയെങ്കിലും ചട്ടുകമായി പ്രവർത്തിച്ചതാണോ എന്ന് ന്യായമായും സംശയിക്കണം. ദേവസ്വം അധികൃതരുടെ അനുമതിയില്ലാതെ, ദേവസ്വം അധികൃതരുടെ പിന്തുണയില്ലാതെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ സാധനം മാറ്റാൻ സാധിക്കുക? അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹത്തിൽ മാത്രം ഒതുക്കരുത്. അദ്ദേഹം വെറും ഒരു ടൂള് മാത്രമായിരിക്കും. ആ ടൂൾ ഉപയോഗിച്ച് ബുദ്ധി മറ്റാരോ ആണ്. നമുക്ക് 2008 ജയമാല വിവാദം, അതായത് 2018 ഈ ആധാര ലംഘനം വരെ എത്തുന്നതില് ജയമാല വിവാദത്തിന് മുന്നോടിയായിട്ട് ഒരു ദേവപ്രശ്ന വിധിയാണ് വന്നത്. അപ്പൊ ആ ദേവപ്രശ്ന വിധി ആയിരുന്നു ഇതിലേക്കൊക്കെ തുടക്കത്തെ നമുക്കറിയാം. അപ്പൊ ആരൊക്കെയാണ് ഇതിൽ കളിക്കുന്നത്, ആരൊക്കെയാണ് ഇരയായി മാറുന്നത് എന്നുള്ള ഇരയല്ല ടൂളായി മാറുന്നത് എന്ന് ന്യായമായ സംശയം നമുക്കുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം അന്വേഷണം നിർത്തരുത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇത്തരത്തിൽ സഹായിച്ചത് ആരാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇതിന് വേഷം കെട്ടിച്ചത് ആരാണ് എന്നുകൂടി അറിയുമ്പോഴാണ് ചിത്രം പൂർത്തിയാവുക. വളരെ നന്ദി ശ്രീമതി ശശികല ടീച്ചർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി ശശികല ടീച്ചർ ഈ ഹൈക്കോടതി നിർദ്ദേശത്തോട് പ്രതികരിക്കുകയായിരുന്നു.